ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു റെസിപ്പി വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന നല്ല മുട്ട പപ്സും പിന്നെ ഒരു വെറൈറ്റി പപ്സുമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കുഞ്ഞിലെ തൊട്ട് മുട്ട പപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിൽ വെച്ച് ഞാൻ വിചാരിച്ചത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മാത്രമല്ലേ ഇത് കിട്ടത്തുള്ളൂ, അങ്ങനെ വീട്ടുകളിൽ അങ്ങനെ സാധാരണ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ പുതുതായിട്ടൊരു എയർ ഫ്രയർ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ആദ്യം ഇത് ഭയങ്കര സിമ്പിളാട്ടോ ഈ റെസിപ്പി. അപ്പോൾ ആദ്യം ഞാൻ നല്ലോണം സവാളയൊക്കെ എടുത്ത് നന്നായിട്ട് വഴറ്റി പിന്നെ മുട്ട പുഴുങ്ങി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എളുപ്പത്തിനായിട്ട് ഞാൻ സ്വിസ്സിൻ്റെ പഫ് പേസ്ട്രി വാങ്ങിച്ചിരുന്നു. ഇത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും, മൈദ മുട്ടയൊക്കെ ആഡ് ചെയ്ത് പരത്തി. പക്ഷേ ഇത് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നോമ്പ് തുറയ്ക്ക് കറക്റ്റ് ടൈമിന് എനിക്ക് എത്തത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പഫ് പേസ്ട്രിയാണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുക, മുട്ട പൊട്ടിച്ച് അതിൻ്റെ വൈറ്റ് എന്ത് വേണമെങ്കിലും എടുക്കാം. വൈറ്റ് ഞാനിവിടെ വൈറ്റാണ് എടുത്തത്. ആ മുട്ടയുടെ വൈറ്റ് നന്നായിട്ട് ഈ പഫ്സിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എയർ ഫ്രൈ ചെയ്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ 180°C ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള നല്ല പപ്സ് കിട്ടും. നല്ലോണം വരും കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കാം. ഇടയ്ക്കിടയ്ക്ക് മീൻസ് ഒരു 5 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് തുറക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ കളേഴ്സൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ 10 മിനിറ്റ്സ് ആണല്ലോ വെച്ചത്. ആ 10 മിനിറ്റ്സ് മൊത്തം കഴിയുമ്പോഴേക്കും നല്ല ബേക്കറിയിൽ കിട്ടുന്ന അതേ ടെക്സ്ചറിൽ അതേ ടേസ്റ്റിൽ നല്ല പഫ് റെഡി ആയിട്ടുണ്ടാകും. നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാനിത് നോമ്പ് തുറക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഉഴുന്നുവട ഉണ്ടായിരുന്നു. ഉഴുന്നുവടയുടെ റെസിപ്പി ഞാൻ അടുത്ത വ്ലോഗിൽ ഇടുന്നതാണ്. അങ്ങനെ റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്ന് പിന്നെ ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു സോസേജ് പപ്സും കൂടി ആക്കിയായിരുന്നു. അതിൻ്റെ കൂടി ഞാൻ കാണിക്കാം. ഇത് ഭയങ്കര സിമ്പിളായി. ഇതിന് മസാല പോലും ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ സോസേജ് എടുത്തിട്ട് ചിക്കൻ സോസേജ് ആട്ടോ എടുത്ത് അത് നന്നായി ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് പെപ്പർ പൗഡർ കുറച്ചിട്ടോ അത് രണ്ടും ആഡ് ചെയ്തിരുന്നു. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുത്തിട്ട് ഈ പഫ് പേസ്ട്രി ഷീറ്റിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചു. ഒരു വെറൈറ്റിക്ക് ഈ ഷേപ്പിലാട്ടോ ഞാൻ ഫില്ല് ചെയ്തത്. പിന്നെ നേരത്തെ പോലെ തന്നെ എഗ്ഗ് വെച്ചിട്ട് കോട്ട് ചെയ്തു, എയർ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോഴും നല്ല ടേസ്റ്റുള്ള സോസേജ് പഫ്സും കിട്ടിയിരുന്നു. ഇതൊരു വെറൈറ്റി ഷേപ്പൊക്കെ ആയത് കാരണം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ എനിക്ക് സോസേജ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോസേജൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.